ഹായ് ഫ്രണ്ട്സ്, ഇനി പിടിക്കാണ്ടുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്ര രാവിലെ എവിടെ പോകാമെന്നല്ലേ, സമയം രാവിലെ 4 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ വെട്ടുകല്ലെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ലോറിയിൽ ടിപ്പറിലുള്ളൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ നാനോക്കൂട്ടനെ കൊണ്ടുപോയിട്ട് അമ്പലയിലിടും. അമ്പലയിലിട്ടിട്ട് വേണം അവൻ്റെ കൂടെ പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അമ്പലയിലെത്തി. അമ്പലയിൽ പോലീസ് സ്റ്റേഷന് മുമ്പിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടിയും വന്ന് കറക്റ്റ് ടൈമിങ് ആട്ടോ, ഇല്ലെങ്കിൽ ലേറ്റ് ആയേനെ. അയ്യോ, അമ്പലയിലെ കാവൽക്കാരാട്ടോ. ആ ഫുൾ പാട്ടൊക്കെ ആണല്ലോ, ഭക്തി ഗാനമാണല്ലേ. അങ്ങനെ ഞങ്ങൾ മാനന്തവാടി എത്തി കേട്ടോ. ജോമോനെ, നമ്മൾ ഏത് സൈഡിലേക്കാണ് പോകുന്നത്? ഇരുട്ടിക്കല്ലേ പോകുന്നത്? അപ്പോൾ കുറേ കാലം കൂടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോമോനോട് നന്ദി പറയണം. എന്താ അറിയോ, കുറേ കാലം കൂടിയിട്ട് ഇത്ര രാവിലെ നമ്മൾ കാണുന്നേ. ഇതാണ് 5 മണിന്ന്. അപ്പോൾ നമ്മൾ വെട്ടുകല്ല് എങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ബസ്സാ ആണോ? അതെ, ഇതിലെ ഓ അതെല്ലേ. ആ, പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിയെ പറയുന്നതായിരിക്കും കേട്ടോ. ഈ സമയത്തൊന്നും വേറെ ഒരു മനുഷ്യന്മാരൊന്നും ഇല്ലല്ലോ അല്ലേ? പോട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ പാൽച്ചുര ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ മറ്റേ ചുരം പോലെ അല്ലല്ലേ? ഇത് ഭയങ്കര വഴിക്ക് വീതിയില്ല, എന്നാ കയറ്റോ, അങ്ങനത്തെ കയറ്റം ഇച്ചിരി പാടാല്ലേ. അത് നമുക്ക് തിരിച്ചു പോകുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പൊ നമ്മള് ഇറങ്ങുന്ന ആയതുകൊണ്ടാണ്. ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് നിർത്തിയ സീനാണ്. അതെ, ഇതുണ്ടോ ലോഡായിട്ട് കയറി പോകുന്നേ. അപ്പൊ ഇവരൊക്കെ എപ്പോഴായിരിക്കും അവിടെ പോയി ഹാൾട്ട് ചെയ്യുന്നേ? ട്രാവലറാട്ടോ. നമ്മൾ കാറിലിരുന്ന് പോകുമ്പോ ഇതിന്റെ ശരിക്കും ഇറക്കത്തിന്റെ ഒരു ഇത് മനസ്സിലാവില്ല കേട്ടോ. ഹൈറ്റിലിരിക്കുമ്പോ കുത്തനെ ഉള്ള ഇറക്കം അല്ലേ? അപ്പ ഇതിലെ ശരിക്കും വലിയ ലോറിയൊക്കെ വരുമ്പോ അവര് സമ്മതിക്കണം കേട്ടോ. ലോഡും താങ്ങി ഇറങ്ങണമെങ്കിലേ ഇതിലെ കയറ്റിക്കൊണ്ട് പോവാന്ന് പറയുന്നത് തന്നെ വലിയ പാടാ. അങ്ങനത്തെ ഒരു ചുരമാണിത്. അങ്ങനെ ഞങ്ങള് നമ്മുടെ ഈ ബുൾജെറ്റിന്റെയും ചിത്രാന്റെയും അങ്ങനെ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ നാട് ഇരിട്ടിയിലെത്തിട്ടോ. സമയം ഇപ്പൊ 7 മണി ആയെന്ന് തോന്നുന്നില്ലടാ. 6:45. ജോമോനെ, നമ്മള് എങ്ങനെയാ പരിചയം? നമ്മള് വലിയ കഥയാ. ഞങ്ങള് മറ്റേ സിനിമയിൽ പറയുന്ന നമ്മൾ ഇവിടെ ഒന്നും ജനിക്കേണ്ടവരേ അല്ലായിരുന്നു. ഈ ഇരിക്കുന്ന ഞങ്ങളല്ല അല്ലേ? ഞങ്ങളെന്നല്ലോ, ഞങ്ങൾ രണ്ടും ഭയങ്കര കോമ്പിയായിരുന്നു. കോമ്പി എന്ന് പറഞ്ഞ ഗ്രൗണ്ടില് ഞങ്ങള് ശരിക്കും പരിചയപ്പെടുന്നു അങ്ങനെ കേട്ടോ. ഒരു ജില്ലാ സ്പോർട്സിനാന്ന് തോന്നുന്നു അല്ലേ? ഒരു ജില്ലാ സ്പോർട്സിന് ഞങ്ങൾ രണ്ട് സ്കൂളിൽ നിന്ന് പ്രതിനിധീകരിച്ച് ഓടാൻ വേണ്ടി വന്നു. അത് ഞങ്ങൾ രണ്ടുപേരും 100 മീറ്റർ. അങ്ങനെ ജോമോൻ അന്ന് ഫസ്റ്റ്, എനിക്ക് സെക്കൻഡ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അന്ന് തുടങ്ങിയ ബന്ധം കേട്ടോ. അതെപ്പോഴാണ് എനിക്ക് തോന്നുന്നൊരു 2010 10 കാരണം +2 നമ്മൾ പഠിക്കുന്നത് 2012. അപ്പോൾ 10 ഞാൻ 10ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പം അന്ന് ജോമോൻ വലിയ സ്റ്റാർ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തുടങ്ങിയ ബന്ധമാണ്. ഇപ്പോഴും ഞങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് ആ ബന്ധം അങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ആ ഒരു ഇതിലാണ് ജോമോൻ പിന്നെ അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് മാറി. ബ്രിട്ടീഷുകാരുടെ പാലം അല്ലേ? അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇതിൽ പോവാം. നമുക്കവരോട് വിരോധമൊന്നുമില്ല. ഇനി നമുക്ക് കുറേ ദൂരം ഉണ്ടോ? കുറച്ചേ ഉള്ളൂ അല്ലേ? അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. നീ സ്ഥിരം ഇറങ്ങുന്ന സ്ഥലമാണോ?
കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ നിർത്തിയേ തോന്നുമ്പോ അല്ലേ? അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ ചായ കുടിക്കാം കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ ഇപ്പോൾ ചൂടും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് വെട്ടുകല്ല്. അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കൂടി എല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്താണല്ലേ? അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ഇതെങ്ങനെ മുറിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ലക്ഷ്യത്തിൽ അതൊന്ന് കാണാൻ വേണ്ടി. അപ്പം ഞാനും കണ്ടിട്ടില്ല, അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി. അതെ, അപ്പം ആ ഒരു ചെയ്യുന്നത്. അതെ അതെ അതെ, ഇത് സംഭവം ഇത് കല്ലാണെന്ന് അറിയാത്തവർ കുറേ പേരുണ്ടെന്നേ. അപ്പം അവരെ നമുക്കൊന്ന് കാണിച്ചെല്ലാം ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടാണോ. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയതാണ്. അപ്പം നമ്മളങ്ങനെ ഏതാണ്ട് കോറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ കോറി എന്നല്ല പറയാ. ഏത് ആ കറക്റ്റ് കിട്ടൂലല്ലേ? അങ്ങ് ലാസ്റ്റാണ്, ചെറിയൊരു വെട്ടത്തിൽ. പക്ഷെ ഇത് ഇവിടെ നിന്നാണ് നല്ല രസമുണ്ട് കേട്ടോ, മലകളൊക്കെ കാണാ. ഇവിടെ പിന്നെ കശുമാങ്ങ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഇത് കുറെ ഉണ്ടോ ഈ വെട്ടുകല്ലിന്റെ? നീ ഇപ്പൊ പറഞ്ഞത് പണയോ? പണ അത് കുറെ ഉണ്ടോ? ഒരുപാടുണ്ടല്ലേ? ആ ആ, നീ വണ്ടി പുലുക്കല്ലേ? റോഡിന്റെ അല്ലേ? ഇത് ആ കാണുന്നുണ്ടോ, അതൊരു ആയുർവേദ കോളേജാട്ടോ. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വമ്പൻ കോളേജാണല്ലോ. ഇവിടെയൊക്കെ കൂടുതൽ ഈ വെട്ടുകല്ല് യൂസ് ചെയ്ത് തന്നെയല്ലേ കാര്യങ്ങളെല്ലാം? ബിൽഡിംഗ് ആണെങ്കിലും ഇതിൽ വെട്ടുകല്ല് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി ചൂട് കുറയോ വീടിനകത്ത്? ആ അതെ അതെ, നമ്മൾ ആലങ്കാരികമായിട്ട് അധികം പറയാൻ നിൽക്കണ്ടല്ലേ. അപ്പം അങ്ങനെ നമ്മൾ പണയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ ടാറിങ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ആ അപ്പം നമ്മളങ്ങനെ വെട്ടുകല്ല് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഒച്ചയുണ്ട്, ഇതാ സാധനങ്ങൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുറിക്കുന്ന എങ്ങനെയാണെന്ന് കേട്ടോ ജോമോനെ, നമുക്കൊന്ന് അപ്പുറത്തേക്ക് പോവാം. ആ മിഷ്യൻ മുറിക്കുന്നവർക്ക് പോകാൻ പറ്റുമോ? ആ നമുക്ക് അവിടെ പോവാം. ആ അത് വെച്ച് ഇങ്ങനെ മുറിച്ചിട്ട് ഇത് അടി മുറിക്കും അല്ലേ? ആ ആദ്യം വരയിടും. ആ അത് ക്രോസ് അടിക്കും, ഷേപ്പ് വരും, അത് അടി മുറിച്ചെടുക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിലേക്ക് എടുക്കാനുണ്ടാവോ കട്ട? അതോ കട്ടി കുറയോ? നല്ല കല്ലായിരിക്കും അല്ലേ? നമുക്ക് അപ്പുറത്ത് പോവാം. ഇല്ല അല്ലേ, സാധനം തീർന്നു. ആ ആ ആ, ഇതാണ് ഫസ്റ്റ് പരിപാടി കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ അളവ് വെച്ചിട്ട് ആ കറക്റ്റ് ലെവൽ വെച്ചിട്ടാണ് ഇവിടെ മുറിക്കുന്നത്. നമ്പർ റിവേഴ്സ് ഗിയറൊക്കെ ഉണ്ടല്ലോ. അതാണ് അവിടെ ക്രോസ് ഇടുന്നുണ്ട്, ഇങ്ങനെ മുറിക്കുന്നത്. ഇവിടെ കുറേ വണ്ടികൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ സാധനം കിട്ടാനില്ല. അതൊക്കെ അപ്പം ആ ബ്ലേഡ് കണ്ടോ, ഇതുകൊണ്ടോ കറക്റ്റ് ലെവല് നോക്കിയൊക്കെ മുറിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതൊക്കെ വേസ്റ്റ് ആയി പോകും കറക്റ്റ് മുറിച്ച് കിട്ടിയില്ലെങ്കിൽ. നല്ല ഒച്ചപ്പാടാട്ടോ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അത് മുറിച്ച് അവിടം വരെ എത്തിയിട്ടോ. ആ ബ്ലേഡ് കണ്ടോ. പിന്നെ വേറൊരു സെറ്റപ്പ് ഇത് കണ്ടോ, ഇവിടെ ഇതിങ്ങനെ കറക്കിയിട്ടാണ് ഈ മോട്ടർ ഇങ്ങോട്ട് വലിക്കുന്നത്. ഇത് വലിക്കുന്ന അനുസരിച്ച് താഴെ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലയിലേക്ക് വെച്ചാലേ ഇത് പെട്ടെന്ന് ലോഡാവോ? സമയം എടുക്കും അല്ലേ? നല്ല വെയിറ്റ് അല്ലേ? ഇത് എത്ര കിലോ ഉണ്ട് ഒരു കട്ട?
40 കിലോ ഉണ്ടാവും അല്ലേ? അമ്മേ, അത് കണ്ട വെട്ടുന്ന കട്ടകൾ തൂമ്പ് വെച്ച് ഇങ്ങോട്ട് മാറ്റിയും കൂടി വിടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇവർ രണ്ടുപേരും എടുത്തിട്ട് വണ്ടിയിലേക്ക് അടുക്കുന്നത്. ഇവിടെ ഫുള്ള് സൗണ്ടാട്ടോ. എന്നാലും ഞാൻ ടില്ലർ ചെറുതായിട്ടൊന്ന് കാണിക്കും. ഇത് നമ്മുടെ സാധാ ടില്ലറാണ്. അതിൽ ജസ്റ്റ് ഈ സാധനം പിടിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. ഇതാണ് മുറിക്കണ സാധനം. എല്ലാം ബെൽറ്റ് വഴിയുള്ള പരിപാടിയാണ്. കൊള്ളാല്ലേ, അടിപൊളി. ഇതാണ് ക്രോസ് ഇടുന്നത്. ഇനി അതേപോലെ ഇങ്ങോട്ടൊന്ന് വെട്ടും, പിന്നെ അടിയിൽ നിന്ന് വെട്ടും. അപ്പോൾ നമ്മുടെ സാധനം റെഡി. അപ്പോൾ ഈ മെഷീനാണ് നമ്മൾ മുറിക്കുന്ന ടില്ലർ കേട്ടോ. ബിറ്റ് ബിറ്റ് ഇത് ബിറ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു വില കൊടുക്കുള്ള എന്തോ ഒരു സാധനമാണ് അല്ലേ? എന്തോ ഒരു വിലയുള്ള സാധനമാണ്. നമ്മൾ മറ്റേ തേയ്മാനം കുറയാൻ എന്തോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ അത്. ബിറ്റെന്നാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ ബിറ്റെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഹാഫ് ലോഡായിട്ടോ. അത് ഈ ഇങ്ങനത്തെ ടിപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡ് ഇങ്ങ് തുറക്കും. മലയാളം അറിയോ? മലയാളം ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 8 വർഷമായി. 8 വർഷമായി. ഇവിടെ ഒരു ദിവസത്തെ കൂലി എത്രയാ? 2000 രൂപ അല്ലേ? അത്ര വരും. പേരെങ്ങനെയാ? പേര് പ്രവീൺ. പ്രവീൺ. അപ്പോൾ നമുക്കിനി ഈ സൈഡും കൂടി അടുക്കി കഴിഞ്ഞാൽ നമ്മുടെ ലോഡായി കേട്ടോ അല്ലേ? ഇനി ഇവിടെ ഈ സൈഡൊന്ന് തുറക്കും, എന്നിട്ട് ലോഡ് കയറും. അങ്ങനെയാണ് മെയിൻ സെറ്റപ്പ് കേട്ടോ. ജോമോ വണ്ടി കയറിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ലോഡായി. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ പോവാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മേള് വെച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. എന്നാൽ പോവാല്ലേ ജോമോനെ? പോവാ ജിയോളജീൻ്റെ പേപ്പർ അല്ലേ? ഓക്കെ. അപ്പോൾ ജിയോളജീൻ്റെ പേപ്പറും കൂടി മേടിച്ചിട്ട് വേണം കേട്ടോ പോവാൻ. അല്ലേ പണി ഇത് കണ്ടോ. ഇവിടുന്ന് കയറി വരൽ ഇച്ചിരി പാടാ കേട്ടോ. നമ്മുടെ വണ്ടി ഇതാ താഴെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങോട്ട് കയറി വന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റിയിട്ട് പോവുകയാണ്. ജോമോനെ, ഞാനിങ്ങനെ പറയുമ്പോൾ നിൻ്റെ കോൺസെൻട്രേഷൻ തെറ്റുമോ? ഇല്ലല്ലേ? അപ്പോൾ ഇതിൽ ഞാനുണ്ടല്ലോടാ അവിടെ നിൽക്കുന്ന ഒരു പുള്ളീനോടത്തെ ഇവിടുത്തെ ദിവസക്കൂലി എത്രയാന്ന് ചോദിച്ചു. പുള്ളി പറയും ഞാൻ 2000-2500 പണിയെടുക്കണേ. ഹിന്ദിക്കാര്. അതെ. അയ്യോ, അങ്ങോട്ടൊക്കെ വേറെ ഉണ്ടല്ലേ? 2500 എന്ന് പറയുമ്പോഴേ ഇത് ഞായറാഴ്ചയൊക്കെ പ്രവർത്തിക്കുമോ? ഞായറാഴ്ചയൊക്കെ ഉണ്ട് ഇത്? ഞായറാഴ്ച ഇല്ല. എന്നാലും കുഴപ്പമില്ല. അതെ. ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ ഈ മലയാളീസ് ഇല്ല, അധികവും ഹിന്ദിക്കാര്. ഫുള്ള് ഹിന്ദിക്കാരാ. അതെ. അത് നമ്മളെ കൊണ്ട് ആവൂലല്ലേ? അവരുടെ നാട്ടിൽ ഇതൊന്നും ഒരു ചൂടല്ല. അതെ. ഇതിപ്പോ നമ്മൾ കണ്ടില്ലേ, നമുക്ക് 1.5 കൂടെ നമുക്ക് ലോഡാവണേ. 1.5 അല്ലേ? അപ്പോൾ ഇന്നലെ വന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് വരാത്തെ. അപ്പോൾ നമുക്ക് രാവിലെ വന്നു, നമ്മുടെ ചാൻസായി. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ കഷ്ടപ്പെട്ട്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വെട്ടുകല്ല് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലേ ഞാൻ നിന്റെ നമ്പർ കൊടുക്കാം. ഓക്കെ അല്ലേ? വയനാട്ടിൽ എവിടെയാണല്ലേ നമുക്ക് ഇറക്കി കൊടുത്തൂടെ? ഇതാണ് അവസ്ഥ. നമ്മുടെ കുടുംബം ലോഡാവും. ഈ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പോകും. ഇതാണ് അവസ്ഥ. നോക്കണ്ട. അതെ, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളങ്ങനെ ലോഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോമോനെ, എങ്ങനെയുണ്ട്? നീ ഇപ്പോൾ ഈ പരിപാടി തുടങ്ങിയിട്ട് എത്ര കാലമായി? ആണോ? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട് പരിപാടി? കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് എനിക്ക് ഈ പണിക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെന്താ വെച്ചാല് പട്ടിണി ആവുന്നുള്ള പേടിയുണ്ട്. ഒന്നുമില്ലല്ലേ? ജോമോൻ പണ്ടും ഇങ്ങനെയായിരുന്നു കേട്ടോ. അവൻ അസ്ഥാനത്ത് കയറി കോമഡി അടിച്ച് കളയും.
അത്യാവശ്യം നല്ലൊരു ഇറക്കാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടില്ലല്ലോ ജോമനെ? ഇറങ്ങി കഴിഞ്ഞിട്ട്. ആ നീ ഈ ഗിയർ ഇട്ടിട്ട് ഇവിടെ എന്താ കാണിച്ചേ? അത് നമ്മുടെ എഞ്ചിൻ ബ്രേക്കോ? ആ ആ ആ താങ്ങി അങ്ങ് പൊക്കോളൂ അല്ലേ? ഈ ലോറി ഞാൻ ഓടിക്കാത്ത അതാണ്. ഒരുപാട് ഗിയറുകള്, ഒരുപാട് സ്വിച്ചുകളൊക്കെയാണ് ലോറിക്കൊക്കെ. ഇതൊക്കെ പഠിച്ചെടുക്കാൻ വലിയ പാടാണ്. അതല്ല. അപ്പോൾ പോണ വഴിക്ക് ഗ്രീസ് അടിക്കാൻ വേണ്ടി നിർത്തിയത് കേട്ടോ. ഇവിടെ ഗ്രീസ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജോമനെ നീ എന്നെ കൂട്ടാണ്ട് പോവാ? ജോമനെ ഇത് എത്ര സ്പോട്ട് അടിക്കണം ഇതില്? കുറെ പോയിന്റുകളില്ലേ? ആ നിപ്പിള്. ആ എല്ലായിടത്തും അടിക്കണം. ഇത് എത്ര കാലം കൂടെ അടിക്കണം? സൗണ്ട് വരുമ്പോഴാണ് അടിക്കുക? കിലോമീറ്റർ ഒക്കെ നോക്കണം അല്ലേ? അടിക്കും. അങ്ങനെ ഗ്രീസ് എല്ലാം അടിച്ചു. ഇവിടെ എത്രയാടാ? 100 രൂപ അല്ലേ? ഇപ്പോൾ ഗ്രീസ് എല്ലാം അടിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. ബ്രേക്ക് എടുക്കേണ്ടി വരും. ഇവരെ മെഷീനൊന്നും ഇരിപ്പില്ലല്ലോ അല്ലേ? നോക്കണേ. അപ്പം ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പോലീസ് പിടിച്ചു കേട്ടോ. എത്ര പോയി ജോമാനെ? ആ പോലെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ എന്താ അറിയോ, ആ വളവെത്തുമ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്ന കാണുമ്പോൾ ചേട്ടന്മാർ പെട്ടെന്ന് രണ്ടുപേരൊക്കെ ഹെൽമെറ്റൊക്കെ എടുത്ത് വേഗം ചാടി കയറി ഇടുക. രണ്ട് സൈഡിൽ നിൽക്കുക അല്ലേ? അല്ല അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇപ്പോൾ ഒന്നാമത് ചെയ്യണം. അതെ. ഞാൻ പറയുമ്പോൾ കാറുകളെല്ലാം പിടിച്ച് നിർത്തി ചെക്ക് ചെയ്യണം. കാരണം ഇതിപ്പോ ഭയങ്കര ദയനീയാവസ്ഥയാണ് ഇപ്പൊ. ശരിക്കും ഇവർ എല്ലായിടത്തും ഡെയിലി ചെക്കിങ് നടത്തണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതെ. എന്തായാലും നമ്മുടെ കർണാടക അല്ല കേരളം വിട്ടാലുള്ള ആ ഒരു സ്ഥിതി പോലെ ഇല്ലല്ലോ. അവിടെ പോയ എങ്ങനെയാ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്യണ്ട, ജസ്റ്റ് കയ്യിലിരുന്ന് മടക്കിയിട്ടങ്ങ് കൊടുത്താൽ മതി. ആ ഒരു ഇതേ ഉള്ളൂ അവിടെ ആവശ്യം. അങ്ങനത്തെ പ്രശ്നം നമ്മുടെ നാട്ടിലില്ലല്ലോ. അപ്പോൾ നമുക്കിനി ലേശം എണ്ണ അടിച്ചിട്ട് പോകാട്ടോ. ഡീസൽ എണ്ണ എന്ന് പറയരുത്, ഞാനത് ശീലിച്ചതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നീ അങ്ങനെ പറയലുണ്ടോ? പറയൂലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇത് MRP അല്ലേ? ഇത് പുതിയ പമ്പല്ലേ? ആ ഡീസല് 95 രൂപ. ആ മെഷീനെ കയറ്റണ്ട കേട്ടോ. ഓ ഇഷ്ടം പോലെ സ്ഥലം. അങ്ങനെ നമ്മൾ പാൽച്ചുരം കയറാൻ തുടങ്ങി കേട്ടോ. ആരോ ബേക്കിൽ ഹോൺ അടിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് കാര്യം ഇത് കുറഞ്ഞ ദൂരമല്ലേ ഉള്ളൂ? 6 കിലോമീറ്ററോ? ആ ഈ 6 കിലോമീറ്റർ കയറി കഴിയുമ്പോൾ ഒരു സമയം പിടിക്കൂലേ? കാരണം ലോഡായതുകൊണ്ടേ. കഞ്ഞി കുടിക്കാൻ പോവാം. വണ്ടി അവിടുന്ന് കട്ട കയറ്റി എടുത്തപ്പോൾ തുടങ്ങിയതാണ് ഒരുത്തൻ കഞ്ഞി വേണേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് വരാം കേട്ടോ. ഇവിടെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങോട്ട് എടുത്തിടാന്ന് വിചാരിച്ചേ. അവിടെ ഒരു വഴിയുണ്ട്. ഇത് ഈ മലമേളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ചെറിയൊരു തണുപ്പ്. ഇത് എവിടെ നിന്നായിരിക്കും വരുന്നത്? ആ മേളിൽ നിന്ന് എവിടെ നിന്ന് വരുന്നതാണ്. ആ മതിയടാ. അല്ല സ്ഥലമുണ്ട്. അപ്പം നമ്മളിരിക്കുന്നതിൻ്റെ താഴേക്ക് നോക്കി. കഞ്ഞി പറഞ്ഞാ. അപ്പം അങ്ങനെ നമ്മുടെ കഞ്ഞി വന്നു കേട്ടോ. കഞ്ഞിയുണ്ട്, പപ്പടമുണ്ട്, തോരൻ, അച്ചാർ, ചമ്മന്തി. ഇത് മറ്റേ കറിയാണ്, എന്താ തൈര് ഒഴിച്ചിട്ടുള്ള? അതെ അല്ലേ? എൻ്റെ പേരെന്താ? കറി. ആ എന്തായാലും ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? അതിനുണ്ട്.
അപ്പോൾ അങ്ങനെ കഞ്ഞിക്കുടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോന്നു കേട്ടോ. അതായത് നമ്മളിനി കയറാൻ പോകുന്ന 4ാമത്തെ വളവാണ്. മൊത്തത്തിൽ 5 വളവേ ഇവിടെ ഉള്ളൂ. നമ്മുടെ വയനാടൻ ചുരം എത്രയാണെന്നറിയാം? മറ്റേത് താമരശ്ശേരി ചുരം 9 വളവുണ്ട്. പക്ഷേ ഇതിനേക്കാളും ദൂരമുണ്ട്. അത് നല്ല ഏരിയ ഉണ്ട്. ഇല്ല ഇല്ല, അതെ അതെ. ഇത് ശരിക്കും വഴി ചെറുതും വെള്ളിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഇതല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല എന്താ പറയുക, പെരും കയറ്റെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു ജാതി കയറ്റാട്ടോ. വഴിക്ക് വീതിയും കുറവാണ്, ആ കൂടെ നല്ല കയറ്റവും. സൈഡ് ഇറക്കൽ നടക്കൂല. ലോഡും വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും സൈഡ് ഇറക്കൽ റിസ്ക് ആട്ടോ. ഒരിക്കലും കയറ്റം കിടക്കണേ. ഇതിപ്പോൾ കറക്റ്റ് ക്യാമറയിൽ അത് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല കയറ്റമാണ്. ആ ഇവിടെ അല്ലേ, മേളിലേക്കെല്ലാം ഒട്ടും വീതിയില്ലല്ലേ. അപ്പാ ജോമോൻ ഇവിടെ മസിൽ പിടിച്ചിരുന്നാട്ടോ വണ്ടി ഓടിക്കണേ. ഓരോ കയറ്റം കാണുമ്പോഴും അല്ലേ. ഇങ്ങോട്ടേക്ക് നമുക്ക് ചുരത്തിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് നന്നായിട്ട് കാണാം കേട്ടോ. ഈ മരങ്ങളിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി കാണാം. അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഇങ്ങോട്ടൊക്കെ കയറി തുടങ്ങിയപ്പോഴത്തേക്കേ ചെറിയൊരു തണുപ്പ് തുടങ്ങി. കാറ്റിന് വെയിലുണ്ട്, എന്നാലും കാറ്റിനൊരു തണുപ്പുണ്ട് അല്ലേ. ആ അടിപൊളി. ഇത് അടിപൊളി വ്യൂ കേട്ടോ. ഈ വളവൊരു വളവാണല്ലേ. ഇത് കണ്ടോ, കറക്റ്റ് ഒരു വണ്ടിക്കുള്ള വീതി ഉള്ളൂ കേട്ടോ ഇവിടെ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് വീതി പറ്റ കുറവാണ്. ഓരോ കല്ലൊക്കെ വന്ന് കിടക്കണുണ്ടായിരുന്നു ജോമോനെ. മേളിൽ നിന്ന് വീഴുന്നതാണ് ഈ മഴക്കാലത്തെ. ഇത് കുറച്ചും കൂടി വലിയ കാറ്റാട്ടോ ഇവിടുന്ന്. പക്ഷെ ഇവിടെ ഇതാണ് പ്രശ്നം, വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള ഗ്യാപ്പും ഇല്ല അല്ലേ. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതാ ഒരു വണ്ടിയേ മേളിൽ കിടപ്പുണ്ട് കേടായിട്ട്. ആ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ആ വലിയ കുഴിയാട്ടോ ഈ സൈഡ്. പുള്ളി അതാണ് പറഞ്ഞത്, ആ ചേട്ടൻ അതാ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. അതാ കിടക്കുന്നത്. അങ്ങനെ ബ്രേക്ക് പോയതാണോ? നിർത്തി. നല്ല ചേട്ടനാ. ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയൊരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട് കേട്ടോ. അതായത് ഇതിലെ കൂടി ആയിട്ട് ഇങ്ങനെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്കിവിടെ നിർത്തൽ നടക്കൂലല്ലേ, പോയി ചോദിക്കായിരുന്നല്ലേ. എന്തോ കാര്യസാരമായി പറ്റിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് നിരപ്പുമല്ലായിരുന്നു ഈ പുള്ളീൻ്റെ അടുത്ത് എന്താണെന്നെങ്കിലും ചോദിക്കായിരുന്നല്ലേ. കയറ്റായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മൾ ചവിട്ടിയാൽ നമ്മുടെയും വലിയ മുട്ടും. അതാണ് വേറൊരു വിഷയം. ഇതുണ്ടോ ഈ തോട് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകുന്നുണ്ടോ കണ്ടാ. ഇതാണ് താഴെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കാണുന്നത്. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പാൽച്ചുരം കയറി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ഏരിയ അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ. ചുരം കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബോയ്സ് ടൗണിലേക്ക് എത്തി. അതെ, വയനാട് എത്തി നമ്മൾ. ഇനിയിപ്പോൾ മാനന്തവാടി കയറി. ഇത് എങ്ങോട്ടാ ലോഡ്? അത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ ലോഡ് എങ്ങോട്ടാ? ബത്തേരിക്കല്ലേ. ബത്തേരി എന്ന് പറയും. നമ്മള് സൈറ്റിലെത്തി സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞത്. ഇത് കണ്ടോ, പേരെങ്ങനെ ഇതിന്റെ? രാംശേഖർ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? രമേശ് അല്ലേ. അപ്പോൾ ചേട്ടൻ്റെ ഇപ്പോൾ ഇവർ മറിക്കാം വണ്ടി വരുന്നു. ചേട്ടൻ്റെ അടുത്തേക്കായിരുന്നു നമ്മൾ സാധനം കൊണ്ട് വന്നേട്ടോ. പോട്ടെ ബേക്കിലൊരു കാലുണ്ട് കേട്ടോ. കുറച്ചുകൂടി പോട്ടെ.
കിട്ടൂലേ? അതാ ചേട്ടൻ്റെ മോളാണ് ഇരിക്കുന്നത്. മോളുടെ പേരെന്താ? മാൻവി. എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ. എന്നാൽ പോട്ടെ. ശരി എന്നാൽ. അപ്പോൾ നമ്മളങ്ങനെ ഐശ്വറിലൊന്ന് വന്ന കേട്ടോ. ഓയിൽ ചേഞ്ച് അല്ലടാ ഇത്? ശരിക്കും അപ്പുറത്തല്ലായിരുന്നോ? ഇപ്പം ഇങ്ങോട്ട് മാറ്റിയതല്ലേ? അങ്ങനെ സർവീസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ മെല്ലെ പോവുകയാണ്. അപ്പോൾ നേരെ വീട് പിടിക്കാല്ലേ ചോമാനെ? നേരെ വീട് പിടിക്കുകയാണ്. ഈ വണ്ടി കുലുക്കല്ലേ? അതെ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോസിൽ വരുന്നതായിരിക്കും. എൻ്റെ സൗണ്ട് പോയി കേട്ടോ. രാവിലെ ഇപ്പം മഞ്ഞ് പൊള്ളിച്ചിട്ട് എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പുതിയ വീഡിയോസിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതോടെ തന്നെ.